ഹലോ അസ്സലാമു അലൈക്കും. പൊന്നാനിത്തെ പെരുന്നാൾ വിശേഷങ്ങളായിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്രാവശ്യത്തെ പെരുന്നാളിന് ഉമ്മാടെ താത്ത, അതായത് കുഞ്ഞാത്ത, പിന്നെ മാമ, വൈഫ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ പെരുന്നാൾ. പിന്നെ എൻ്റെ ഫസ്റ്റ് പൊന്നാനിത്തെ പെരുന്നാളുമാണ് കേട്ടത്. അപ്പോൾ നമ്മളിത് അതിൻ്റെ കൂടെ നമ്മൾ ലാസ്റ്റ് നോമ്പിൽ കുറച്ച് വിശേഷങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് നോമ്പിന് ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, നമ്മൾ ഷോപ്പിലുള്ള ആളുകൾക്കൊക്കെ ഒന്ന് കൊടുക്കാനും പിന്നെ എല്ലാവരും കൂടി ഇരുന്നൊന്ന് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതാ ഈ ഒരു സ്പെഷ്യൽ സ്നാക്ക് ഒരു ഉണ്ടാക്കിയിട്ടുണ്ട്, പൂവട. ഒരുവിധ ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും. ഇത് ഇവരുടെ ഉമ്മ സ്ഥിരമായിട്ട് പെരുന്നാളിന് തലേ ദിവസം ഉണ്ടാക്കിയിട്ട് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് അവിടെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കുന്ന വിശേഷങ്ങളും കഥകളൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കുഞ്ഞാത്ത ഉമ്മ കൂടിയിട്ട് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. നല്ല രസമായിരുന്നു. അപ്പോൾ അവരെ പണ്ടത്തെ കഥകളൊക്കെ കേട്ട് ഈ പൂവട ഉണ്ടാക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ. അതുകൂടാതെ നല്ല മോമോസും ഉന്നക്കായ, മീൻ പത്തിരി, അങ്ങനെ കുറേ പലഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഷോപ്പിലുള്ളവർക്കൊക്കെ കൊടുക്കാനും പിന്നെ നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് കഴിക്കാനും കേട്ടോ. അപ്പോൾ അത് നോമ്പറക്കാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതാ നോമ്പറക്കുന്ന സമയമായപ്പോൾ നമ്മൾ ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് പിന്നെ മാമാടെ ഒരു മോനും ഇവിടെ ഉണ്ടായിരുന്നേ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് പണ്ടത്തെ കഥയൊക്കെ പറഞ്ഞിട്ട് കുറേ സ്നാക്സ് ഉണ്ടാക്കി നോമ്പറക്കാനായിട്ട് ഇതാ ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള പൂവടയും പിന്നെ നല്ല മീൻ പത്തിരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റീം ചെയ്തിട്ടുള്ള പലഹാരങ്ങൾ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതാ നോമ്പറക്കുന്ന സമയമായി, ബാങ്ക് കൊടുക്കാനായപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് നോമ്പറക്കുന്ന തിരക്കിലാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് നമ്മളെ കർമ്മ റോട്ടിക്കായിരുന്നു കേട്ടോ. കർമ്മയിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാൻ നല്ല ലേറ്റായിട്ടാണ് നമ്മളിപ്പോൾ കർമ്മയെ പോയത്. പക്ഷെ അപ്പോഴും ആ ടൈമിൽ അവിടെ ഒരുപാട് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സും ആയിട്ടും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കടയിൽ പോയിട്ട് കുറച്ച് മൊജീറ്റൊക്കെ കുടിച്ചു, പിന്നെ കുറച്ച് ചോക്ലേറ്റും വേഫിളൊക്കെ കഴിച്ചു, ഉപ്പിലിട്ടതും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ കഴിക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ കുറച്ച് നേരത്തേക്ക്. അങ്ങനെ രാത്രി അത്യാവശ്യം ലേറ്റായിട്ട് നമ്മൾ വീട്ടിൽ കയറി മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് പിന്നെ വേഗം കിടന്നുറങ്ങിയിട്ട് അങ്ങനെ ഇതാ നമ്മൾ അടുത്ത ദിവസം നമ്മളെ പെരുന്നാളിൻ്റെ അന്നാണെന്നേ. അപ്പോൾ നമ്മൾ നേരത്തെയാണ് ഇവിടുത്തെ ഈദ്ഗാഹിൽ ഹാർബറിൽ വെച്ചിട്ടാണ് ഈദ്ഗാഹ് ഉള്ളത്. ഇവിടെ 7 മണിക്ക് നിസ്കാരം ഉള്ളതുകൊണ്ട് നമ്മൾ നല്ല നേരത്തെ ഒരു 6:30 ആകുമ്പോഴത്തേനും റെഡി ആയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഞാനും മാമാടെ മോനും കൂടിയിട്ട് സ്കൂട്ടിമേലാണ് പോയത്, ഉമ്മച്ചിയും പിന്നെ കുഞ്ഞാത്തം കൂടിയിട്ട് ഓട്ടോയിലാണ് വന്നത് കേട്ടോ. അപ്പോൾ ഹാർബറിൽ നല്ല തിരക്കാണ്, ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വലിയ ഈദ്ഗാഹായിരുന്നു ഇവിടുത്തെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഹാർബറിൽ ഈദ്ഗാഹിന് കൂടുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. കുറച്ച് നേരം പ്രസംഗം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെയുള്ള കുറച്ച് അറിയുന്ന ആളുകളൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈദ്ഗാഹൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു കേട്ടോ. കുറച്ച് നേരം നല്ല ബീഫ് കറിയും ചിക്കൻ കറിയും പത്തിരിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് കരുതിയിട്ടാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഡെസേർട്ട് തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ കുറച്ച് സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ ഉമ്മച്ചി കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊക്കെ ഓർഡറാണ് ചെയ്തത്. പക്ഷേ അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ നമ്മൾ വീട്ടിലുണ്ടാക്കി. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ള പ്രിപ്പറേഷനിലായിരുന്നു. അപ്പത്തിന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ചിക്കൻ ബിരിയാണിയും പിന്നെ കുട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലായിട്ട് പെരുന്നാളിന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ ചിക്കൻ ബിരിയാണിയും കുട്ടൻ ബിരിയാണിയും ഓർഡർ ആയിരുന്നു, ചിക്കൻ ഫ്രൈയും പിന്നെ എന്താ നല്ലൊരു കാരമൽ പുഡിങ്ങും പായസമാണ് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കിയത്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് പിന്നെ ഡെസേർട്ടും പായസമൊക്കെ കുടിച്ചിട്ട് പിന്നെ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുത്തിട്ടാണ് കേട്ടോ ബാക്കി വിശേഷങ്ങൾ. അങ്ങനെ വൈകുന്നേരത്തെ ചായ കൂടിയും നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് മഗ്‌രിബിന് ശേഷം നമ്മൾ വീണ്ടും കർമ്മയെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെരുന്നാളായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ കുറേ നേരം ബ്ലോക്കിൽ കിടന്നിട്ടാണ് കേട്ടോ അവിടെ എത്തിയത് തന്നെ. അപ്പോൾ അതാ കണ്ട നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് തന്നെ വന്നു. അപ്പത്തിന് എൻ്റെ കസിൻസൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഉമ്മയുടെ വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ നല്ല രസമായിരുന്നു ഇപ്രാവശ്യത്തെ പെരുന്നാൾ കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.